ഹലോ. ഹലോ. ചേട്ടാ എവിടെയാ? ഞാനിപ്പോ ഓഫീസിൽ നിന്ന് ഇറങ്ങി. അത്യാവശ്യമായിട്ട് ഒരു യാത്രയുണ്ട്. എവിടെയാ ഏട്ടാ? ഓ, എപ്പോ തിരിച്ചു വരും? ഞാനിനി ഒരു 3-4 ദിവസം എടുക്കുക വരെ. എന്താ ഏട്ടാ അത്രയും ദിവസം? ജോലിയുടെ അത്യാവശ്യമല്ലേ, പോയല്ലേ പറ്റൂ. അപ്പൊ ഇവിടെ ആരാ ഉള്ളേ? എടി അതിന് മോളില്ലേ? ഞാനും മോളും തന്നെ. രാത്രി എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യം വന്നാ എന്താ ഏട്ടാ ചെയ്യാ? അതിനെന്താ, നമ്മുടെ ബന്ധുക്കളല്ലേ ചുറ്റുമുള്ളത്. ബന്ധുക്കളാണെന്ന് പറഞ്ഞ്? അല്ലെങ്കിൽ എന്ത്, നമ്മുടെ ജീവൻ എവിടെയല്ലേ. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, എന്താവശ്യം ഉണ്ടെങ്കിലും നീ വിളിക്കും, അപ്പോൾ അത് പറഞ്ഞോന്ന്. ഓ, എന്നാലും ചേട്ടൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ എങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്ന രാത്രിയൊക്കെ ആയാലേ? അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അങ്ങനെയൊന്നും വിചാരിക്കുന്ന ആളല്ല. എന്താവശ്യം ഉണ്ടെങ്കിലും എപ്പോഴും വിളിച്ചാലും അവൻ വരും. ചേട്ടൻ എന്തായാലും പെട്ടെന്ന് വരാൻ നോക്ക്. ശരി ഏട്ടാ. ചേട്ടനാ വിളിച്ച്. എന്ത് പറഞ്ഞു? നമ്മളെ വിചാരിച്ച പോലെ ചേട്ടൻ 2-3 ദിവസം കഴിഞ്ഞിട്ടേ ഇനി തിരിച്ചു വരത്തുള്ളൂ. ഇപ്പൊ 2-3 ദിവസം നമുക്ക് അടിച്ചു പൊളിക്കല്ലേ? എടാ, നാണമുണ്ടോ നിനക്ക്? എന്തിനാ? കൂട്ടുകാരൻ്റെ ഭാര്യയായിട്ട് അവിഹിതം ഉണ്ടാക്കാൻ. ഓ, അപ്പൊ നിനക്ക് നാണം വേണമെന്നില്ലേ? ചതിയ. അങ്ങേർക്കാണെങ്കിൽ നിന്നെ ഭയങ്കര വിശ്വാസമാണ്. എപ്പോഴും ജീവൻ 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 എന്നാ പറയുന്നു. എന്താവശ്യം ഉണ്ടെങ്കിലും നിന്നെ വിളിക്കാനേ പറയും. ഓഹോ. ഇപ്പൊ കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ, ജീവനെ വിളിക്കുന്നു. അതങ്ങനെയാണല്ലോ. നീ ഇവിടെ കാണിച്ചു കൂട്ടുന്ന പൂരം കണ്ടാലുണ്ടല്ലോ, നിന്റെ തലതല്ലി ചാവും. പൂരം പൂരം എന്ന് പറയുന്നല്ലാതെ നമുക്ക് ഈ പൂരത്തിന് കൊടിയേറ്റണ്ടേ? കൊടിയേറ്റാൻ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ, കുറച്ച് സമയം എടുക്കടാ. ഇതിനൊക്കെ സമയം കാലമൊക്കെ ഉണ്ടോ? കൊത്തിയൻ. നിന്നെ കണ്ട എങ്ങനെ കുതിക്കാതിരിക്കും? വന്നേ. കൊറേ നേരമായോ ഇവിടെ വന്നിട്ട്? നമുക്ക് ജ്യൂസ് എന്തെങ്കിലും വേണോ? കഴിക്കാൻ എന്തെങ്കിലും തരട്ടെ? മോള് കുറച്ചു നേരമായോ ഇവിടെ നിക്കാൻ തുടങ്ങിയിട്ട്? മോള് എന്തെങ്കിലും കണ്ടായിരുന്നോ? കണ്ടു. എന്താ കണ്ടേ? ഈ മാമൻ അമ്മയെ കെട്ടിപ്പിടിക്കുന്നു. മോളെ, അതെ, അമ്മയും മാമനും കൂടെ ഇവിടെ കളിച്ചതാണ്. മോളൊരു അച്ഛൻ്റെ അടുത്തൊന്നും പറയല്ലേ. പറയാതിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ചോക്ലേറ്റ് വാങ്ങിച്ചു തരാമേ. അച്ഛൻ്റെ അടുത്ത് പറയല്ലേ. എനിക്ക് മോള് പോയി കളിച്ചോ. നീ എന്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന? കൊച്ചച്ഛനോടെല്ലാം പറയും. കൊച്ചു ആരടുത്തും പറയാൻ പോണില്ല. നീ ധൈര്യത്തില്ലേ? അത് നിന്റെ വെറും തോന്നല. അത് ഒരു സിനിമ കഥ കണ്ടാൽ പോലും ഫുൾ അച്ഛനോട് പറയുന്ന ആളാ അവള്. കൊച്ചിന് എന്ത് വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാം. അത് പറയൂല. എൻ്റെ അടുത്ത് ഇപ്പം പറഞ്ഞിട്ട് അങ്ങോട്ട് പോയില്ലേ ഉള്ളൂ. ഇല്ല, പറയും. നിനക്ക് തോന്നുന്നോണ്ടാ. ആ കൊച്ചിനെ പ്രസവിച്ച എനിക്കറിയില്ലേ. ഇതെന്തായാലും പറഞ്ഞു കൊടുക്കും. ഞാൻ വേണമെങ്കിൽ കോസ്റ്റ്ലി സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം. ടോയ്സോ മിഠായിയോ എന്ത് വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാം. നീ കൂടെ എന്നെ ടെൻഷൻ അടുപ്പിക്കാതെ. ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. എന്തായാലും ഉള്ളത് പറയും. നീ അതിന് ടെൻഷൻ അടിക്കാതെ. ഇല്ല. പിന്നെ എന്ത് ചെയ്യണം? നീ എന്നെ പറ. ഇനി ഞാൻ കൊച്ചു ജീവിച്ചിരിക്കാൻ പാടില്ല. നീ എന്താണ് പറയണത്? നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണ്ടേ?
അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞല്ലേ, നമുക്കതിനെ കൊന്നുകളയാം. എന്നെ കൊണ്ട് പറ്റൂല്ലോ. നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ ഇനി ആ കൊച്ചു ജീവിച്ചിരിക്കാൻ പാടില്ല. എന്നെ കൊണ്ട് പറ്റൂല, എന്നെ കൊണ്ട് കൊല്ലാൻ പറ്റൂല. ഓഹോ, അപ്പൊ നിന്റെ കാര്യം കഴിഞ്ഞപ്പോ നിനക്ക് എന്നെ വേണ്ടല്ലേ? അല്ലെങ്കിൽ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഇങ്ങോട്ട് കയറി വരല്ലെന്ന്. സമയവും സന്ദർഭം നോക്കാതെ നീ കയറി വന്നോണ്ടല്ലേ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ആയത്. ഞാൻ എന്ത് ചെയ്യണം നീ പറ, നീ വേണം വയ്ക്കാതെ. കൂടുതലൊന്നും ചെയ്യാനില്ല. നീ നടന്നു വന്നപ്പോ അവിടെ ഒരു കിണറ് കണ്ടില്ലേ? കണ്ടു. കൊച്ചു കളിച്ചുകൊണ്ടിരുന്നപ്പോ പതി അതിലൊന്നും വീണതായിട്ട് നമുക്ക് എല്ലാരോടും പറയാം. കൊച്ചിനങ്ങ് തള്ളിയിട്ടാലോ? ഞാൻ എങ്ങനെ ചെയ്യാനാണ്? കൊച്ചു കളിച്ചുകൊണ്ടിരുന്നപ്പോ കാല് തട്ടി വീണെന്നങ്ങ് പറഞ്ഞാ മതി. നീ കൊച്ചിനെ പതിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് മെല്ലെ അങ്ങ് തള്ളിയിട്ടാ മതി. ബാക്കി ഞാൻ നോക്കിക്കോളാം. എന്നെ കൊണ്ട് പറ്റൂലേ, എനിക്ക് പേടിയാവുന്നു. പേടിക്കണേടാ, നമുക്ക് ജീവിക്കണ്ടേ? ജീവിക്കണം. കൊച്ചു മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. ഞാൻ ചെയ്യാം. അത്രേ ഉള്ളൂ. ഹലോ ഹലോ ഹലോ, ചേട്ടാ, എന്താടി? ചേട്ടനൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വായേട്ടാ. എന്തോ പറ്റിയടി? ചേട്ടന് ഇല്ലാത്തപ്പോ ജീവൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചേട്ടാ, ജീവൻ എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു. ഞാൻ കുറെ പ്രശ്നം ഉണ്ടാക്കി അവന് പറഞ്ഞിട്ടു. പക്ഷെ ഇപ്പൊ അതൊന്നും അല്ല പ്രശ്നം. ചേട്ടാ, മുറ്റത്ത് കളിച്ചോണ്ട് നമ്മുടെ മോളെ കാണാനില്ല. കൊച്ചിനെ കാണാൻ മോളെവിടെടി? ചേട്ടാ, എൻ്റെ അടുത്തുള്ള ദേഷ്യത്തിന് അവൻ കൊച്ചിനെ കൊണ്ട് കൊല്ലാൻ കൊണ്ടുപോയി കാണും. എനിക്കറിയില്ല. ജീവൻ അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എപ്പൊ നോക്കിയാലും ജീവൻ 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 തന്നെ. ഞാൻ പറയുന്ന വിശ്വാസം ഇല്ല ചേട്ടന്. ഹലോ ഹലോ, സ്വന്തം മോളെ കൊല്ലാൻ ശ്രമിച്ച നിനക്ക് എന്നെ ഒറ്റിക്കൊടുക്കാൻ വലിയ സമയമൊന്നും വേണ്ട. നീ എന്തോന്നാ പറയുന്നേ? ഞാൻ എന്താ പറയണെന്നാ, നീ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന മൊത്തേ ഞാൻ അവിടെ നിന്ന് കേട്ടോണ്ടിരിക്കാണ്ട്. നിന്നെ മനുഷ്യഗണത്തിൽ കൂട്ടാൻ പറ്റൂള്ളേ. നീ അത്രയ്ക്ക് ദുഷ്ടമാണ്, ദുഷ്ടം. അതൊക്കെ പോട്ടെ, നീ കൊച്ചിനെ കൊന്നോ? എന്തോ ഭാഗ്യത്തിന് എനിക്ക് ആ കുഞ്ഞിനെ കൊല്ലാൻ തോന്നില്ല. ആ പാവം കുഞ്ഞു മുറ്റത്ത് കളിച്ചോണ്ടിരിക്കുന്നു. എനിക്കിത് വേണോര്. സ്വന്തം കൂട്ടുകാരനെ ചതിച്ചവനാണ്. ഇനി ഞാൻ പോയിട്ട് നീ ആ കൊച്ചിനെ കൊല്ലാനാണ് നിന്റെ പ്ലാനെങ്കിൽ അത് നടക്കൂല. അത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാടി. കേട്ടാടി പൂതനെ.
നിനക്ക് വല്ലവനോടൊപ്പം കിടക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അവനോടൊപ്പം പോയി കിടന്നൂടായിരുന്നോ? അതിന് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ പ്ലാൻ ചെയ്യണമായിരുന്നോ നീ? ഞാനവിടെ വരുമ്പോൾ നിന്നെ അവിടെ കാണരുത്. നീ ആ വീട് വിട്ട് പോയിരിക്കണം, അല്ലെങ്കിൽ നീ മരിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലേണ്ടി വരും. കേട്ടോടി ആറും